ഇന്നും കിട്ടിയില്ലേ? കിട്ടി. എന്തായിരുന്നു വിഷയം? മധു, ഇതൊക്കെ പ്രത്യേകിച്ചും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം CPIM-നെയും ഇടതുപക്ഷത്തെയും ആക്രമിക്കാനുള്ള നുണ ഫാക്ടറികളായി നമ്മുടെ ചില മാധ്യമങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ത് സംഭവങ്ങൾ ഉണ്ടായാലും എവിടെ ഒരു പിന്നീട് ഇല അനങ്ങിയാലും അതെല്ലാം CPIM-ന്റെ CI2-വിൻ്റെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ തലയിൽ വെക്കുക എന്നുള്ള ഒരു നുണ ബോംബാണ് വാസ്തവത്തിൽ ഇവിടെയും പൊട്ടുന്നത്. ഇതിപ്പം അന്ന് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. ആരുടെ നുണ ഫാക്ടറിയാണ്? കേരള പോലീസിന്റെയാണോ മാധ്യമങ്ങളുടേതാണോ? കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം. ഒരു ബിൽഡിംഗ് ഓണർ അദ്ദേഹത്തിന്റെ സ്വന്തം കൂലിപ്പണിക്കാരെ വെച്ച് വൈകുന്നേരം ലോഡ് ഇറക്കുക. പറഞ്ഞ കാര്യം കൃത്യമാണ്. 10:30 ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ലോഡ് ഇറക്കണമെങ്കിൽ അത് CI2-കാരുടെ കണ്ണു വെട്ടിച്ച് അവർക്ക് കൊടുക്കേണ്ട ന്യായമായ കൂലി കൊടുക്കാതെ രക്ഷപ്പെടാനുള്ള തന്ത്രം എന്നുള്ളത് നാട്ടിലുള്ള എല്ലാവർക്കും അറിയുന്നതാണ്. അതിന് പരിഹാരം തല്ലാണോ എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം പറ. നിങ്ങൾ ട്രേഡ് യൂണിയൻ തൊഴിലാളികളെ ആക്ഷേപിക്കരുത്. ട്രേഡ് യൂണിയൻ തൊഴിലാളികളെ CI2-കാരെ ഒന്നടങ്കം ആക്ഷേപിക്കരുത്. എന്റെ പിതാവും ചുമട്ട് തൊഴിലാളി യൂണിയന്റെ ഭാഗമായിരുന്നു. നിങ്ങൾ ചുമട്ട് തൊഴിലാളികളെ മുഴുവൻ ആക്ഷേപിക്കരുത്. CI2-കാരെ മുഴുവൻ ആക്ഷേപിക്കരുത്. തെറ്റാണ് മാധു, അത് തെറ്റാണ്. ഇല്ല, അങ്ങനെ ആരോപണം ഉന്നയിച്ച് പോരുത്. ശ്രീ ഷിജു ഖാൻ, ഞാൻ പറഞ്ഞത് ഒരിടത്ത് 10:30 ശേഷം കൊണ്ടുപോയി ലോഡ് ഇറക്കുന്നത് തൊഴിലാളികൾക്ക് അവകാശപ്പെട്ട കൂലി കൊടുക്കാതിരിക്കാനുള്ള തന്ത്രമാണ് എന്ന് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുമെന്നാണ് പറഞ്ഞത്. അത് ആക്ഷേപമാണോ അതോ CI2-കാർക്കൊപ്പം നിൽക്കുന്ന നിലപാടാണോ? CI2-കാർ നോക്കുകൂലി വാങ്ങിയെന്ന് നിങ്ങൾ പറഞ്ഞു. അതിന് കൊടുക്കേണ്ട പറയാത്ത ഒരു കാര്യം, അതും കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ഒരു ചാനലിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ 10:30 ശേഷം ലോഡ് ഇറക്കാൻ പോകുന്നത് ആളുകളുടെ, അതായത് തൊഴിലാളികളുടെ കണ്ണു വെട്ടിച്ച് കൊണ്ടുപോകാനാണ് എന്നത്. അത് സ്വാഭാവികമായി ഈ പറയുന്ന മുതലാളിമാർ എടുക്കുന്ന ഒരു തന്ത്രമാണെന്ന് അടക്കം ഞാൻ പറയാണ്. അത് അവരെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഒരു വശം കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് പറയാണ്. അപ്പൊ അങ്ങ് പറയാണ് മാധ്യമങ്ങൾ നുണ ഫാക്ടറി പറയുന്നത്. കേരള പോലീസിന്റെ FIR വായിച്ച് ഏൽപ്പിച്ചപ്പോൾ അങ്ങ് പറയാണ് തൊഴിലാളികളെ അപമാനിച്ചു. എന്താ ഇത്? അതുകൊണ്ടല്ല ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. നോക്കുകൂലി വാങ്ങുന്ന പരിപാടി ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞവരാണ് CI2-കാർ, എന്ന് പറഞ്ഞവരാണ് ചുമട്ട് തൊഴിലാളികൾ. ആ ചുമട്ട് തൊഴിലാളികൾ മുഴുവൻ കൈക്കൂലിക്കാരാണെന്നും അവർ മുഴുവൻ നോക്കുകൂലിക്കാരാണെന്നും നമ്മുടെ ചില മാധ്യമങ്ങൾ വിളിച്ചു പറയാണ്. അതെനിക്ക് ചോദ്യം ചെയ്തേ മതിയാവൂ. രാജപ്പ വേണ്ട വേണ്ട, നിങ്ങൾ പറയുന്ന, നിങ്ങളുടെ മാധ്യമങ്ങൾ പറയുന്നത് കേട്ടാൽ CI2-കാരെല്ലാം കൂടെ നാട്ടുകാരെ ഏതൊക്കെയോ ആളുകളെ, തൊഴിലാളികളെ തല്ലി വീഴ്ത്തി, കാലൊടിഞ്ഞു, 2 കാല് പൊടിഞ്ഞു, ആശുപത്രിയിലായി എന്ന് തോന്നിപ്പോവും മാധു. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. തൊഴിലാളികളെ സംബന്ധിച്ച് പരാതി പരിശോധിക്കേണ്ട ബോർഡ് ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. പേര് വിവരം കിട്ടിയത് എവിടെന്നാണെന്ന് പറയണം. അങ്ങയുടെ CI2-വിന്റെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞ രക്ഷാപ്രവർത്തനം അങ്ങയുടെ പാർട്ടി ഘടകം അന്വേഷിച്ച് പറഞ്ഞതാണെങ്കിൽ ശരി. എന്റെ സോഴ്സ് കേരള പോലീസിന്റെ FIR ആണ്. കേരള പോലീസിന്റെ FIR തെറ്റാണെങ്കിൽ കേരള പോലീസ് എന്തിനാണ് ഈ പണിയെടുക്കുന്നത്? ആഭ്യന്തര വകുപ്പിനോട് അന്വേഷിക്കാൻ പറയണം. കേരള പോലീസാണ് എഴുതിയിരിക്കുന്നത്. CI2 യൂണിയൻകാരായ പ്രതികൾ പരാതിക്കാരനെയും കൂടെ ഉണ്ടായിരുന്നവരെയും കൈകൊണ്ടും ഫൈബറിന്റെ ട്യൂബ് ലൈറ്റ് കൊണ്ടും അടിച്ച് പരിക്കേൽപ്പിച്ചും പ്രതികളിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം തൊട്ടടുത്തുള്ള ബിൽഡിംഗിലേക്ക് ചാടി ആവലാതിക്കാരന്റെ 2 കാലിന്റെയും മടമ്പിന്റെ എല്ല് പൊട്ടി ഗുരുതരമായി പരിക്കേൽക്കാൻ ഇടയായ സാഹചര്യം എന്ന് പറയുന്നത് കേരള പോലീസിന്റെ FIR-ലാണ്. സംഭവം പൊളിഞ്ഞായിരുന്നു, നീ വെച്ചേരെ. പാർട്ടിയുടെ ആഭ്യന്തര അന്വേഷണ സമിതി പുറത്തുവിട്ട റിപ്പോർട്ടല്ല ശ്രീ ഷിജു ഖാൻ. എന്നിട്ടാണ് അങ്ങ് പറയുന്നത് മാധ്യമങ്ങൾ നുണബോംബ് പൊട്ടിക്കുന്നു എന്ന്, മാധ്യമങ്ങൾ ഇടതുവിരുദ്ധ പ്രചാരണം നടത്തുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കേരള പോലീസാണ്. കേരള പോലീസിനെ നയിക്കുന്നത് ആഭ്യന്തര വകുപ്പാണ്, മുഖ്യമന്ത്രിയാണ്. അവിടെ പോയി ചോദിക്കണം. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.